ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി നെയ്ച്ചോർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് സവാള വേണം. ആദ്യം സവാള ഞാൻ നൈസായിട്ട് അരിഞ്ഞ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ രണ്ടെണ്ണം സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ പച്ചമുളക് വേണം, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കൈമ റൈസ് എടുത്തിട്ടുണ്ട്, ഇത് ഞാൻ കഴുകി ഊറ്റി വെച്ചേക്കുവാണ്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്, ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഓൾ സ്പൈസസ് വേണം. ഇതിന് പുറമെ നമുക്ക് പിന്നെ വേണ്ടത് ഗീ വേണം, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വേണം. പിന്നെ വേണ്ടത് ഒരു നാരങ്ങയും കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് സവാള വറുത്തെടുക്കണം നെയ്യിൽ. കുറച്ച് ബാച്ചായിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്, ഒരുപാട് അങ്ങ് മൊരിച്ച് കളയരുത്. അപ്പോൾ ഞാനിവിടെ സവാള 2 ബാച്ചായിട്ടാണ് വറുത്തെടുത്തേക്കുന്നത്. അപ്പോൾ സവാള അവിടെ സെറ്റ് ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം പ്ലേറ്റിലോട്ടിട്ട്. ഇനി അതുപോലെ തന്നെ ആ നെയ്യിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തെടുക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അത് ചൂടാവാൻ നേരത്തെ അതിലോട്ട് ഫസ്റ്റ് നെയ്യാണ് ഒഴിക്കേണ്ടത്. നമ്മൾ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. നെയ്യ് ഞാനിവിടെ ഒരു 2.25 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഓൾ സ്പൈസസ് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഓൾ സ്പൈസസിൻ്റെ കണക്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഭയങ്കരമായിട്ട് അങ്ങ് വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം വഴറ്റിൽ മതി. പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ അത് കഴുകി ഊറ്റി വെച്ചിരുന്ന റൈസാണ്, ഒരു 15 മിനിറ്റ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അത് നന്നായിട്ട് സവാളയും സ്പൈസസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഒരു ഗ്ലാസ് കണക്കിനാണ് ഞാൻ അരി എടുത്തേക്കുന്നത്, 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. അരി ഒന്ന് ഒരു പൊട്ടണ സൗണ്ട് കേൾക്കും നമുക്ക് മൂക്കുമ്പം. ആ ഒരു സമയത്താണ് നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഇവിടെ മൂത്തിട്ടുണ്ട്, ഞാൻ ഇതിലോട്ട് വെള്ളം ചേർക്കുന്നുണ്ട്. വെള്ളം നമുക്ക് ഇരട്ടി വെള്ളമാണെന്ന് പറഞ്ഞാൽ 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക് കേട്ടോ. അപ്പം നമ്മൾ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഗ്ലാസിൻ്റെ അളവ് മാറിക്കഴിഞ്ഞാൽ ഫുള്ള് തെറ്റിപ്പോവും. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം, അരി ഒട്ടി പിടിക്കാതിരിക്കാനാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ, എന്നാലേ റൈസ് വെന്ത് വരുമ്പോൾ അതിന് ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം അടച്ചു വെച്ച് വേവിച്ചൊരു 5 മിനിറ്റ് വേവിച്ചപ്പോൾ തന്നെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, 3/4 വേവായിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. തീ ഫുള്ള് കുറച്ചിടാൻ ശ്രദ്ധിക്കണം. ഇപ്പം സെറ്റായി വന്നിട്ടുണ്ട് 2 മിനിറ്റ്സ് കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്കിത് തുറന്നിട്ട് മല്ലിയിലയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അതുപോലെ തന്നെ വറുത്ത സവാളയും ചേർക്കാം. സവാള ചേർക്കുമ്പോൾ ഫുള്ള് കവർ ചെയ്തിടണം, എന്നാലേ ആ മണം എല്ലായിടത്തും ഇറങ്ങത്തുള്ളൂ. നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി അതിലുള്ള ആവിയിലിരുന്ന് അങ്ങ് വെന്തോളും, അതിൻ്റെ എല്ലാം സെറ്റായിക്കോളും. ഇപ്പോൾ ഇവിടെ ഇത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി തുറന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി നമ്മൾ സ്പൂണിട്ട് മിക്സ് ചെയ്യരുത്, കാരണം റൈസ് നന്നായിട്ട് വെന്തിരിക്കുന്നതാണ്. അപ്പോൾ ഇനി സ്പൂണിട്ട് മിക്സ് ചെയ്ത് അത് ഉടഞ്ഞു പോകും. അപ്പം ഫോർക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ റൈസ് ഇവിടെ ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിലാണ് എല്ലാം. അപ്പം ഈ ഈസി നെയ്ച്ചോർ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായങ്ങൾ പറയണം. അപ്പം ഞാൻ പോണു, ബൈ.